നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാ കേറ്. കേറ് ഗോപിക. അപ്പോ ഊഹം തെറ്റിയില്ല. കേറ് ഗോപിക. ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. വാ കേറ്. നോക്കി നിൽക്കാതെ വന്ന് കേറാൻ. അവള് കാറിൽ കയറി പോയല്ലോ. എങ്ങനെ അവരെ ഫോളോ ചെയ്യും? ഒരു ഓട്ടോ കിട്ടിയെങ്കിൽ. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഇതൊക്കെ എവിടെ പോയി തൊലഞ്ഞു നാശം. എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? അതെ, തന്നെ അഞ്ജിത ഫോളോ ചെയ്ത് വരുമായിരുന്നു. താനത് കണ്ടില്ല അല്ലേ? അഞ്ജിതയെ ഒഴിവാക്കാൻ വേണ്ടിട്ടാ ഞാൻ കേറാനായിട്ട് പറഞ്ഞു. നമ്മളിപ്പോ എവിടെ പോവാ ഋഷി? എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചാ താനൊന്ന് ക്ഷമിക്കേ. ഇറങ്ങ്. ഇറങ്ങടോ. അല്ല, എന്താ പറയാനുള്ളത്? വാ പറയാം. വാ. ഇതെന്താ ഇവിടെ? പറയാം. വാ. വാടോ. നമസ്കാരം തിരുമേനി. നമസ്കാരം. എത്തിയല്ലേ? ഇതാവോ ആള്? ഇത് തന്നെ. അല്ല, എന്താ? പറയാം, നിക്ക. തിരുമേനി, എവിടെ വരെയായി കാര്യങ്ങള്? എല്ലാം റെഡിയാണ്. 11നും 11:30 ഇടയ്ക്ക് ഒരു ശുഭമുഹൂർത്തമുണ്ട്. അപ്പൊ ചടങ്ങുകൾ നടത്താം. ശരി, ആയിക്കോട്ടെ. ഋഷി, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇതെല്ലാം? മനസ്സിലായില്ലേ? ഇവിടെ നടക്കുന്നത് നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാ. ഋഷി, ഇന്ന് ഇവിടെ വെച്ച് തന്റെ കഴുത്തിൽ ഞാൻ താലിയാർത്താനായിട്ട് പോവാ. ഋഷി, എന്താ പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം. നോ, ഇത് ശരിയാവില്ല. നടക്കില്ല ഋഷി. തനിക്കെന്താ പേടിയുണ്ടോ? താൻ ആരെയാ ഭയപ്പെടുന്നേ? ഋഷി, വീട്ടുകാരെ അറിയിക്കാതെ ഇത് എങ്ങനെ? ഇപ്പൊ മറ്റാരും ഇത് അറിയേണ്ട കാര്യമില്ല. ആദ്യം നമ്മുടെ കല്യാണം. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം എല്ലാവരും അറിഞ്ഞാ മതി. ഋഷി, ഇത് പറ്റില്ല. ഗോപിക, മോളെ, ഇതൊക്കെ ഈശ്വരന്റെ നിശ്ചയ. നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കോ? ഇന്നാർക്ക് ഇന്നാരെന്ന് ദൈവം തന്നെ എഴുതി വെച്ചിരിക്കുക. ഋഷിക്ക് അഞ്ജിതയെന്നും അഞ്ജിതയ്ക്ക് ഋഷിയെന്നും ഉടയോൻ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. ഗോപിക വെറുതെ അതിൽ ഉള്ളൊരുക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ വെറുതെ ഗോപികയുടെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകാതെ അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോ. അഞ്ജിതയാ? മോളെ. അമ്മ, നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഗോപിക ഓഫീസിലേക്കല്ല പോയത്. അവള് ഋഷിയോടൊപ്പം കാറിൽ കയറിപ്പോയി. എന്നിട്ട് ഞാനും വിട്ടില്ല, അവരെ ഫോളോ ചെയ്തു. അവരിപ്പോ ദേവീക്ഷേത്രത്തിൽ കയറിയിരിക്കുവാ. എന്താ അവരുടെ പ്ലാൻ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. നിന്റെ അനിയത്തി ചെയ്ത കാര്യം കണ്ടില്ലേ? എന്തോറ്റി? അവളെ ഓഫീസിലേക്കൊന്നും അല്ല പോയത്, ഋഷിയോടൊപ്പോ പോയത്. അവരിപ്പോ ദേവീക്ഷേത്രത്തിലുണ്ടെന്ന്. അതാ അഞ്ജിത ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇനി ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യ കല്യാണം നടത്താനാണോ അവനും അവളും കൂടി പോയത്? ഗോപിക ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ആന്റി. ചെയ്യില്ല. കാണാം.
ആ താലി ഇങ്ങ് തരൂ. ഋഷി, വേണ്ട ഋഷി. വീട്ടുകാരെ ധിക്കരിച്ച് നമുക്കൊന്നും ചെയ്യണ്ട. ഗോപിക, ഇത് വേണ്ട ഋഷി, ഈ കല്യാണം ഇപ്പൊ നമുക്ക് വേണ്ട. ഗോപികയെ നീ കണ്ടില്ലേ? നമ്മുടെ കല്യാണത്തിന് വേണ്ടതല്ല ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല. ഋഷി, വേണ്ട ഋഷി. എനിക്ക് ജാതകദോഷമുള്ളതാ. അതറിഞ്ഞിട്ട് ഋഷി എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്നത്? എന്നെ കല്യാണം കഴിച്ച ഋഷിക്ക് എന്തിനാ ഋഷി വയസ്സ് വെച്ചൊരു പരീക്ഷണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. എടോ, എനിക്ക് താനില്ലാതെ ജീവിക്കാനാവില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അത് മതി എനിക്ക്. ഋഷി, നീ പറയുന്ന ഒന്ന്. എന്തിനാടോ താൻ തന്റെ മനസാക്ഷി വഞ്ചിക്കുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ ഭാര്യയായിട്ട് കഴിയാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നുള്ളല്ലേ താൻ? ഇല്ലെങ്കിൽ താൻ പറ, താൻ ഇത് ആഗ്രഹിക്കുന്നില്ലെന്ന്, എന്നെ ഇപ്പൊ തനിക്ക് ഇഷ്ടമില്ലാന്ന്. ഈ ദേവിയെ സാക്ഷി നിർത്തി താൻ പറയണോ? അത് പറയ്. തനിക്ക് എന്നേക്കുമായി എന്നെ വേണ്ടാന്ന് ദേവിയെ പിടിച്ച് സത്യം ചെയ്ത് പറയണോ? ദേവി, ഋഷിയുടെ ആയുസിന് ഒരു ആപത്തും വരുത്തരുതേ. വീട്ടുകാരെ അറിയിക്കാതെ ഇപ്പൊ ഈ വിവാഹത്തിന് തല നീട്ടി കൊടുക്കുന്നത് വീട്ടുകാരോട് കാണിക്കുന്ന ചതിയല്ലേ? പെൺകുട്ടിയുടെ കഴുത്തില് താലി ചാർത്തിക്കോളൂ. നീ ഞങ്ങൾ എല്ലാരും പറ്റിച്ചോണ്ട് ഞങ്ങൾ അറിയാതെ കല്യാണം നടത്താന്ന് വിചാരിച്ചു അല്ലേ? നിനക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഞങ്ങളുടെ കുടുംബത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ എന്റെ ഉപദേശം നീ അനുസരിക്കുമായിരുന്നു. ഈ കല്യാണം നടക്കില്ല ഗോപിക, ഞാൻ നടത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.